പഴയ കെട്ടിന് വേണ്ടിയിട്ട് മണ്ണിട്ട് വെള്ളം നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ കൺസ്ട്രക്ഷൻ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് അത് നമുക്ക് ബണ്ട് നല്ലൊരു സ്ട്രോങ് ബണ്ട് കെട്ടിയിട്ട് തടഞ്ഞു നിർത്തിയിട്ട് വെള്ളം വറ്റിച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ടെമ്പററി വർക്കായിട്ട് ചെയ്യുന്നത് ഒരു ബഡ്ജറ്റിൽ നമ്മൾ 2 കോടി വെച്ചിട്ട് എന്നിട്ട് പറയും. നമ്മൾ അന്ന് കഴിഞ്ഞ വർഷം നമ്മൾ ഇവിടുന്ന് പുഴയിൽ നമ്മൾ തോടിയിട്ട് പോയിട്ട് നമ്മളൊരു പിന്നെ അലൈൻമെന്റ് ഫിക്സ് ചെയ്തിരുന്നു. നമ്മൾ ഇവിടുന്ന് 200 മീറ്റർ താഴെയായിട്ടാണ് നമുക്ക് അലൈൻമെന്റ് വരുന്നത്. 3 ഫീസിബിൾ ആണ്. നമുക്ക് ബെഡ് ലെവലിൽ നിന്ന് ഇപ്പോൾ 7 മീറ്റർ താഴെയായിട്ടാണ് ഇപ്പോൾ റോക്ക് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അത് നമുക്ക് ഫീസിബിൾ ആണ്. കാരണം കമ്പാരിറ്റീവ്ലി നമുക്ക് ബാക്കിയുള്ള ലൊക്കേഷൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആക്സസും ബാക്കി റിവറിൻ്റെ പിന്നെ സ്ട്രൈറ്റ്നെസ് കാര്യങ്ങളെല്ലാം നോക്കുമ്പോൾ ഈ ലൊക്കേഷനാണ് നമുക്ക് ഫീസിബിൾ ആകുന്നത്. എവിടേക്കപ്പം നമ്മൾ നോക്കി ഒഴിവാക്കിയത്? ഒന്ന് നോക്കി നമ്മൾ ഇവിടെ തന്നെയായിരുന്നു. കുറച്ചും കൂട്ടാണ്. പക്ഷെ ഈ ഭാഗത്ത് കാര്യങ്ങളൊക്കെ വരുമ്പോഴേ പിന്നെയുള്ള നമുക്ക് ഇവിടെ നമ്മൾ മണ്ണ് കുറച്ച് കൂടുതൽ ഇങ്ങനെ പാറയുള്ളത് പൊതി കിടക്കുന്ന സ്ഥലം ഇവിടെ എന്നറിയാം. അതെ അതെ. അതിന്റെ സൂത്രധാര സപ്പോർട്ട് അനൂപ് സി, മുസൈബ, കെ സി മുഹമ്മദ് കോയ, എ അബ്ദുൽ ഹമീദ്, അധ്യാപിക അഭിഭാഷകന്മാരെയും വൈസ് പ്രസിഡന്റ് അടക്കമുള്ള വേദിയിലും സദസ്യരുമുള്ള പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മളെല്ലാവരും. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ട MLA അദ്ദേഹത്തിൻ്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണ് നമുക്ക് ഈ 1,30,00,000 രൂപ നമുക്ക് ഇവിടെ ലഭിക്കാൻ സാധിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് സംസാരിക്കേണ്ടി വരും. നമ്മളെ പ്രിയപ്പെട്ട MLAക്ക് ഒരുപാട് തിരക്കുള്ളത് കൊണ്ട് ആ വിഷയത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എന്നതുകൊണ്ട് ഈ നമുക്ക് പ്രിയങ്കരനായ MLAക്ക് ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് നമ്മുടെ ഈ സമയത്ത് കൃത്യസമയത്ത് ഇവിടെ പറഞ്ഞതുപോലെ ഒരു സ്കൂൾ, അതും ഒരു പൊതു സ്കൂൾ, ഒരു ഗ്രാമത്തെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള ആ ഗ്രാമത്തിൽ ഉള്ള സാധാരണക്കാരായ കുട്ടികൾ, അതുപോലെ തന്നെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്പെടുന്ന ഒന്നാണ്. അതിന് നല്ല അടിസ്ഥാന സൗകര്യം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. പിന്നീട് നല്ല നിലവാരമുള്ള പഠിപ്പിക്കലും മറ്റു കാര്യങ്ങളും വേണം. ഇപ്പോഴത്തെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, കുട്ടികളൊക്കെ ദിവസം ദിവസം മാറിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ രീതി, അതിൽ മുന്നേറിയാൽ മാത്രമേ അവരെ സംബന്ധിച്ചിടത്തോളം വളർന്നു വരുമ്പോൾ ഈ കാലത്തിനനുസരിച്ച് ഉള്ള അവസരങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ അതിന് പ്രാഥമിക വിദ്യാഭ്യാസം വളരെയധികം പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ വിദ്യാലയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുട്ടികൾക്ക് അതിനനുസരിച്ചുള്ള ഇരുന്ന് പഠിക്കാനുള്ള മാഷുമാർക്ക് പഠിപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടാകുക. ആ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കെട്ടിടം. അതിൻ്റെ നിർമ്മാണോദ്ഘാടനമാണ്. നാട്ടുകാരുടെ മുഴുവൻ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഈ കെട്ടിട നിർമ്മാണോദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും നന്ദി.
പ്രിയമുള്ളവരെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഇവിടെ